ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ. ഒരു മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ എല്ലാവരും പറയട്ടെ, എന്താ ചേച്ചി ഒരു മോർണിംഗ് റുട്ടീൻ എടുക്കാത്തതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. ഞാനിപ്പോൾ കോയാസ് ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയാറില്ല. തിരിച്ച് വന്നാൽ തന്നെ അതേമാതിരി തന്നെ ഒരു 6:30 ആയി എത്തും. എത്തിക്കഴിഞ്ഞാൽ കുളിച്ച് റെഡിയായി വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ടൈം ആവും. അപ്പോൾ കുറച്ച് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിൽ ഞാൻ പറഞ്ഞു തരാം. അതിപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് എങ്ങനെ നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയുള്ളൂ പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല സൂപ്പർ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇട്ടപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ അമർത്തുമ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് കാണാൻ പറ്റുള്ളൂ, നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. രാവിലെ തന്നെ കുറ്റക്കേടാണ്. ഇവനെ കൊന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്താ വെച്ചാൽ ഇവൻ്റെ ഹെയർ എപ്പോഴും പിടിക്കണം. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഹെയർ പിടിക്കണമെന്ന് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. എപ്പോഴും ഹെയർ പിടിച്ചുകൊണ്ടിരിക്കണം. ചെറിയ മോനാണ്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണല്ലേ. ഇത് നോക്കണം കേട്ടോ. ഇത് മഴയൊക്കെയാണ്. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് 2 റൂമുണ്ട്. അതിലൊരു റൂമിൽ കെട്ടിയിട്ട് ഇങ്ങനെ ആറിടാറാണ്. അപ്പോൾ ഇവിടുത്തെ കുറ്റക്കേടും കാര്യങ്ങൾ കാണിച്ചില്ല. എന്താ ഫുള്ള് കുറ്റക്കേടാണ്. ഞങ്ങൾ അപ്പുണ്ണി ഹലോ ഹായ് അറിയാം പുണ്ണി. ഇതിന് വായലാണ് വരല്. തട്ടി പറ്റിയാലും അത് അങ്ങോട്ട് പോകും എന്ന് മനസ്സിലാക്കി. അച്ഛൻ്റെ വലിയ ഫാനാണ്. അതുകൊണ്ട് അച്ഛൻ വിളിച്ചുകൊണ്ട് അതൊക്കെ അയ്യോ എന്നെ കൊല്ലും. ഹലോ ഹായ് അറി. ഹൗ ആർ യു? ഗുഡ് മോർണിംഗ് അറി. Good morning. Good morning. ഇവൻ്റെ അടുത്ത് ഇത്രയൊക്കെ പോകത്തുള്ളൂ. നമ്മളിക്കട്ടെ എന്നെ നീക്കാനും ശ്രമിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾ കിടന്ന് നീറ്റൊരു കോലമാണ് കാണുന്നത്. ഇവിടെ അച്ഛനും മോനും സുഖമായിട്ടാണ് ആയിട്ട്. അപ്പം ആവി ഒരു വലിയ ക്ഷീണം മാറില്ല. എനിക്ക് അവനെ കൂടെ കിടക്കാൻ പോകും രാത്രി. കിടക്കണം ആ തണുപ്പത്ത് എ സിക്ക് പോലെയാണ് ഉണ്ടാവുക. തണുപ്പത്ത് കിടന്നതാണ്. ഇത് ഞങ്ങൾ സ്വന്തം ബെഡ്റൂം. ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഇവിടെ കിടക്കാറില്ല. അവരവിടെ കിടക്കുക. എനിക്ക് എന്നാലും പോയില്ല. എന്താ പറയുക, ഭയങ്കര ക്ഷീണം. എൻ്റെ കണ്ണൊക്കെ ചെറുതായിട്ട് വേദനയല്ല, കണ്ണങ്ങോട്ട് ഇടുങ്ങിപ്പോയിരുന്നു. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഒന്നും ഉറങ്ങാൻ സമയത്തില്ല. ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കാണിച്ചത്. ഈ ഫോട്ടോസും ഇത് കാണാൻ പറ്റുന്നില്ല. മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ആണ്. പിന്നെ അതിൽ എൻ്റെ ഫോട്ടോയും വരുന്നുണ്ട്. പിന്നെ മോൻ്റെ സ്കൂൾ ഫോട്ടോ. ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ 100 രൂപയ്ക്ക് ചെയ്തിരിക്കുന്ന ഫോട്ടോസ്. അതിന് മുകളിലുള്ള 150 ചെയ്തിരിക്കുന്ന ഫോട്ടോസാണ്.
അപ്പോൾ ഇതെല്ലാം ചെയ്തു തന്നിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൾക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നതാണ് അവളുടെ ജോബ്. നന്നായിട്ട് ഫോട്ടോ ഫ്രെയിം ചെയ്യും. നമ്മൾ പറയുന്ന രീതിയിൽ പറയുന്ന അനുസരിച്ച് എന്തൊക്കെ എവിടെയൊക്കെ വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടാൽ ക്ലിയറായിട്ട് ചെയ്തത്. വേണമെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ താഴെ കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും കുറച്ചും കൂടെ ഫോട്ടോസ് ഉണ്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ഫോട്ടോസൊന്നും ഞാൻ കാണിക്കാൻ കഴിഞ്ഞില്ല, എങ്ങോട്ട് കൊണ്ടുവന്നില്ല. ഈ ഫോട്ടോസ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. നല്ല മഴയാണ് കോഴിക്കോട് ജില്ലയിലുള്ള നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാൽ ഓൾറെഡി ഞാൻ എപ്പോഴും നീറ്റാക്കാറുണ്ട്. ചായ തന്നെ എല്ലാം വാരി വലിച്ചിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ടൈമില്ല. ഇങ്ങോട്ട് കുറച്ച് വെട്ടം കുറവാണ്, കാരണം വെട്ടം കുറവാണ്. ഇവിടെ ഈ സൈഡിലാണ് ഇതിന് അൽമാരയും കാര്യങ്ങളും എല്ലാം വരുന്നത്. അൽമാര കാണിച്ചു വെട്ടമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ. വെട്ടം കുറവാണ് കാണിക്കാത്തത്. അപ്പം ഈ സൈഡിൻ്റെ അൽമാരും കാര്യങ്ങളായിരുന്നു 3 തട്ടുള്ള അൽമാരൻ്റെ, പിന്നെ 2 തട്ടുള്ള അൽമാരുണ്ട്. പിന്നെ ഇവിടെ ഭഗവാന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. പിന്നെ വെള്ളം തിളപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. തീരെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണില്ല, കാരണം എന്ന് വെച്ചാൽ വെട്ടം കുറവാണ്. ഇവിടെ കൊണ്ട് വെട്ടമില്ല. ഞാൻ ലൈറ്റിട്ട് കാണാം. എൻ്റെ കിച്ചൺ ഞാനെപ്പോഴും നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം കിച്ചൺ. ആ സ്ഥലത്തുള്ള സെറ്റാണ്. പിന്നെ എൻ്റെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ഈ സമയത്ത് ഇങ്ങനെ വീഡിയോസൊന്നും എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോൻ കുറേ നേരമായിട്ട് നോക്കുന്നു, അമ്മ എന്താ വീഡിയോസൊക്കെ എടുക്കുന്നത്, അമ്മയ്ക്ക് പോകാനില്ലേ അമ്മ എഴുതി കുറേ നേരമായിട്ട് എൻ്റെ കുരുത്തക്കട്ടെ ദാ ഈ ഒരു സാധനം. കുട്ടി ഹായ്, ഹായ്. ചെറിയൊരു മോർണിംഗ് റൂട്ടീനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്തുകൊണ്ട് കുക്കിംഗ് ഇല്ല എന്നൊക്കെ വിചാരിക്കല്ലേ. കുക്കിംഗ് ഇല്ല, ഗ്യാസ് തീർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഓൾറെഡി ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ഇതൊരു മോർണിംഗ് റൂട്ടീൻ എടുക്കായിരുന്നു എന്നൊക്കെ ചിന്തിച്ചേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് അയക്കാം. പിന്നെ അയ്യോ ഇന്ന് അപ്പോൾ കമൻസ് ആയിട്ട് അയക്കാം. ഇപ്പം ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്റ്റാൻഡും കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് കൈ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുക ചെയ്യുക. സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല പോലെയൊക്കെ പെട്ടെന്ന് എടുക്കാമായിരുന്നു, സുഖമായിട്ട് എടുക്കാമായിരുന്നു. ഇത് അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കമൻസ് അയക്കാം, ഇഷ്ടപ്പെടാത്തവരും കമൻസ് അയക്കണം. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ ചെയ്തത് എങ്ങനെയാണ്, ഇങ്ങനെയല്ല ചെയ്യാം, ഇങ്ങനെയല്ല മോർണിംഗ് റൂട്ടീൻ എന്നൊക്കെ പറയും. സാധാരണ ഞാൻ എല്ലാ വീഡിയോസിൽ കണ്ട് മോർണിംഗ് റൂട്ടീൻ എടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ എടുക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് സ്റ്റാൻഡും കാര്യങ്ങളും ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർ ഹസ്ബൻഡ് എങ്ങനെ ഉണ്ടാവും ഫോണിൽ പാസ്വേഡ് പിടിച്ചു കൊടുക്കാൻ. എൻ്റെ ഹസ്ബൻഡിന് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പുള്ളിക്ക് എന്താ പറയുക, യൂട്യൂബ് ചാനലിൽ അങ്ങനെ വീഡിയോസ് എടുക്കാൻ നിന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി ഫോട്ടോസ് പോലും പോസ്റ്റ് ചെയ്യാത്ത ആളാണ്. ആ ആളാണ് വീഡിയോസ് എടുക്കാൻ നിന്നിരുന്നത്. ഫോട്ടോസ് പോലും പോസ്റ്റ് ചെയ്യില്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട് കമൻസ് ചെയ്യാൻ നോക്കല്ലേ, ലൈക്ക് ചെയ്യാൻ നോക്കല്ലേ. തൊട്ടപ്പം ബെല്ലൈക്കനും പറഞ്ഞാൽ ഞാൻ കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ അമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയം, ഡ്യൂട്ടിക്ക് പോകുന്ന സമയമെല്ലാം
ധൃതി പിടിച്ചതിനൊക്കെ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വോയിസ് ഒന്നും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ ബൈ, സി യു.